നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 1 കപ്പ് കടല വേവിച്ചത്, ഒരു പൊട്ടറ്റോ വേവിച്ചത്, ഒരു 3-4 പീസ് ചിക്കൻ നന്നായി വേവിച്ച് എല്ല് കളഞ്ഞെടുത്തത്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, ഒരു ടൊമാറ്റോ അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു പീസ് ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു തണ്ട് മുരിങ്ങയില. ഇത് ഓപ്ഷണലാണ്, അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചിക്കനും മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ഉടച്ചെടുക്കും. മിക്സിയിൽ അടിച്ചെടുത്ത കടലയും ചിക്കനുമാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ച് നല്ലപോലെ കുഴച്ച് ചേർക്കുക. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇതിനോട് ചേർത്ത് വഴറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം. ഉള്ളിയും ടൊമാറ്റോയും നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ട് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സാണ്. ഇനി ഒരു മുട്ടയും കുറച്ച് അരിപ്പൊടിയും എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ട് ചെറിയ ഉരുളകളാക്കി മുട്ടയിൽ മുക്കിയതിന് ശേഷം അരിപ്പൊടിയിലും മുക്കി എടുക്കാം. ഇനി ഈ ഉരുളകളെ ഇതുപോലെ പരത്തിയെടുക്കാം. മുട്ടയും അരിപ്പൊടിയും ഇല്ലാതെയും നമുക്ക് കട്ട്ലറ്റിന് പരത്തിയെടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ കട്ട്ലറ്റിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയും അരിപ്പൊടിയും ഉപയോഗിക്കുന്നത്. മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ മഞ്ഞ വേണമെന്ന് നിർബന്ധമില്ല. മുട്ടയുടെ വെള്ള മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരാം. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്.